ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളുടെ 8/2025 ജൂനിയർ ക്ലർക്ക് തസ്തികയ്ക്ക് 160ഓളം ഒഴിവുകളാണ് ഈ വന്ന വിജ്ഞാപനത്തിൽ ഉള്ളത്. വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 30, 2025 ആണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കൂടുതൽ ബാങ്കുകൾ 160ഓളം ബാങ്കുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നല്ല രീതിയിൽ ഒരു പഠനം കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആദ്യത്തെ പരീക്ഷയാണ് 160 ചോദ്യങ്ങളുള്ള പരീക്ഷയായിരുന്നു ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി 100 ചോദ്യത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ് എന്നതും ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അതായത് ചോദ്യങ്ങളുടെ എണ്ണം 100 ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ 1 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങളാണ് നമുക്ക് ഇനി മുതൽ CSEB എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ആ ചോദ്യങ്ങളൊക്കെ വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം CSEBയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എന്താണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ പരീക്ഷ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 80 മാർക്കിനായിരുന്നു ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. 160 ചോദ്യങ്ങൾ, അര മാർക്ക് വീതമുള്ള 160 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 50 മാർക്കിന് എന്താണ് നമ്മുടെ സബ്ജക്റ്റ് ഏരിയയും, ബാക്കി 30 മാർക്ക് നമ്മളുടെ ഇംഗ്ലീഷ്, GK, മാത്സ്, മെന്റൽ എബിലിറ്റി ആൻഡ് മാത്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ ആകെ 100 മാർക്കാണ്, 1 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങളാണ് നമുക്ക് ഇനി മുതൽ CSEB പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അതിൽ തന്നെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, എന്താണ് നമുക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 10 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ. മുന്നേ എന്തായിരുന്നു 20 ചോദ്യങ്ങളായിരുന്നു 10 മാർക്ക്, അര മാർക്ക് വീതമുള്ള 20 ചോദ്യങ്ങൾ 10 മാർക്കായിരുന്നു. അപ്പോൾ മാർക്കിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്താണ് 1 മാർക്ക് ആയതുകൊണ്ട് 10 ചോദ്യങ്ങളാണ് ഇനി മുതൽ ഇംഗ്ലീഷിൽ നിന്ന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പൊതുവിജ്ഞാനം, ജനറൽ നോളേജിൽ നിന്ന് 10 ചോദ്യങ്ങൾ 10 മാർക്ക്. അതുപോലെ തന്നെ ടെസ്റ്റ് ഓഫ് റീസണിങ്ങിന്റെ പാർട്ടിൽ നിന്ന് 10 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 10 മാർക്ക്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷന് മാറ്റം വന്നിട്ടില്ല. പക്ഷെ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ എന്താണ് കുറവ് വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് 20 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് എന്താണ് ഇനി മുതൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ രീതിയിൽ ആ ഒരു ഏരിയയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. പിന്നീടുള്ള നമ്മളെ സഹകരണം, ഇത് നമുക്ക് എന്താണ് സബ്ജക്ട് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് 50 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്, 100 ചോദ്യങ്ങൾ എന്നുള്ളത്. അതിൽ നിന്ന് മാറി എന്താണ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഏരിയ എന്നുള്ളത്. സഹകരണം തത്വങ്ങളും പ്രയോഗവും, കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് 15 ചോദ്യങ്ങളാണുള്ളത്, 15 മാർക്ക്. അതുപോലെ തന്നെ സഹകരണം നിയമങ്ങളും ചട്ടങ്ങളും, നമ്മൾ കോർപ്പറേഷന്റെ ആക്ട് ആൻഡ് റൂൾസിന്റെ ഭാഗത്തുനിന്ന് 15 ചോദ്യങ്ങൾ, 15 മാർക്ക്. ബാങ്കിങ്ങിന്റെ പാർട്ടിൽ നിന്ന് 20 ചോദ്യങ്ങൾ, 20 മാർക്ക്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് 20 ചോദ്യങ്ങൾ, 20 മാർക്ക്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും നമ്മൾ എന്താണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. കോർപ്പറേഷനും കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസും അതുപോലെ തന്നെ ആക്ട് ആൻഡ് റൂൾസ് ഒക്കെ കൂടി 30 മാർക്കിനാണുള്ളത്. ബാക്കി 40 മാർക്ക് വരുന്നത് നമ്മളുടെ ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും ആണ്. 20 മാർക്ക് ബാങ്കിങ്ങും, 20 മാർക്ക് അക്കൗണ്ടിങ്ങും. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എന്താണ് ഇംഗ്ലീഷ്, GK, മാത്സ് 30 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 70 മാർക്കിന് സബ്ജക്റ്റും, ബാക്കി എന്താണ് 30 മാർക്ക് നമ്മളുടെ GK, ഇംഗ്ലീഷ്, മാത്സും ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഇതനുസരിച്ചാണ് അടുത്ത പരീക്ഷ നടക്കുന്നത്. അതായത് 8/2025 ജൂനിയർ ക്ലർക്ക് പരീക്ഷ നടക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്. നമുക്ക് 100 ചോദ്യങ്ങളിലേക്ക് നമ്മളുടെ പരീക്ഷ എന്താണ് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോന്നിനും ഏതൊക്കെ മേഖലയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. പരീക്ഷയുടെ ചോദ്യം ചോദിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മാറിയ രീതിക്കൊക്കെ അനുസരിച്ച് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ നമ്മളുടെ CSEB എക്സാമിന് നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ക്വറി ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ
താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ ഇത്തവണത്തെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്